പ്രാചീന ബുദ്ധമതത്തിന്റെ ചരിത്രത്തിൽ 4 പ്രധാനപ്പെട്ട ബുദ്ധമത സമ്മേളനങ്ങളാണുള്ളത്. ഒന്നാം ബുദ്ധമത സമ്മേളനം നടക്കുന്നത് BC 483 സിദ്ധാർത്ഥ ഗൗതമൻ മരിച്ച് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെയായിരുന്നു. ഇത് വിളിച്ചുകൂട്ടിയത് മഗധയിലെ രാജാവായ അജാതശത്രു തൻ്റെ തലസ്ഥാനമായ രാജഗൃഹയിൽ വെച്ചിട്ടായിരുന്നു. ഇതിൻ്റെ അധ്യക്ഷൻ മഹാകശ്യപൻ എന്ന സന്യാസിയായിരുന്നു. ഈ ഒരു സമ്മേളനത്തിൽ വെച്ചിട്ട് ഈ സിദ്ധാർത്ഥ ഗൗതമൻ പഠിപ്പിച്ച 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ 2 പുസ്തകങ്ങളാക്കി എഴുതുകയാണ് ചെയ്തത്. ഒന്നാമത്തെ പുസ്തകം സൂത്തപീഠകയാണ്. അത് ബുദ്ധൻ്റെ പ്രബോധനങ്ങളാണെങ്കിൽ രണ്ടാമത്തത് വിനയപീഠകയാണ്. അതായത് ബുദ്ധൻ പഠിപ്പിച്ച സന്യാസ തത്വങ്ങളാണ്. രണ്ടാം ബുദ്ധമത സമ്മേളനം നടക്കുന്നത് 100 വർഷം കഴിഞ്ഞിട്ട് BC 383 മഗധയുടെ രാജാവായിരുന്ന കാലശോകൻ്റെ കാലഘട്ടത്തിലാണ്. കാലശോകൻ്റെ അന്നത്തെ തലസ്ഥാനമായ വൈശാലിയിൽ വെച്ച് അദ്ദേഹം ഈ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി. ഇതിൻ്റെ അധ്യക്ഷൻ ശബഗാമിയായിരുന്നു. ഈ ഒരു സമ്മേളനത്തിൽ വെച്ച് ഈ ബുദ്ധമത സന്യാസികൾക്കിടയിൽ ചില തർക്കങ്ങളുണ്ടായി. ദശവത്തു എന്നറിയപ്പെട്ടിരുന്ന 10 സന്യാസ നിയമങ്ങളെ സംബന്ധിച്ചാണ് ഈ ഒരു തർക്കം ഉടലെടുത്തത്. ഇതിലെ ഒരു വിഭാഗം സ്ഥാവരവാദക്കാരും മറുവിഭാഗം മഹാസാംഘികർ എന്നറിയപ്പെട്ടിരുന്ന ഗ്രൂപ്പുമാണ്. മൂന്നാം ബുദ്ധമത സമ്മേളനം വിളിച്ചുകൂട്ടിയത് അശോക ചക്രവർത്തിയാണ്. BC 250 അദ്ദേഹത്തിൻ്റെ തലസ്ഥാനമായ പാടലിപുത്രയിൽ വെച്ചിട്ടാണ്. ഈ ഒരു സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ മൊഗ്ഗലിപുത്ര ടിസയായിരുന്നു. ഈ സമ്മേളനത്തിൽ മൂന്നാം ബുദ്ധമത ഗ്രന്ഥമായ അഭിധമ്മ പീഠക എഴുതപ്പെട്ടു. ഈ അഭിധമ്മ പീഠക എന്ന് പറയുന്നത് ബുദ്ധമതത്തിൻ്റെ അടിസ്ഥാന തത്വചിന്തകളാണ്. ഈ ഒരു സമ്മേളനത്തിൽ വെച്ച് ത്രികൃത്താസ് എന്ന് അറിയപ്പെട്ടിരുന്ന 60,000-ഓളം വരുന്ന സന്യാസ സമൂഹത്തെ അവർ അബദ്ധ പ്രബോധനങ്ങളുടെ പേരിൽ അശോക ചക്രവർത്തിയും മൊഗ്ഗലിപുത്ര ടിസയും പുറത്താക്കുന്നുണ്ട്. ഇവരുടെ ഈ അബദ്ധ പ്രബോധനങ്ങൾ എന്താണെന്ന് വിവരിക്കുന്ന ഒരു പുസ്തകവും ആ സമ്മേളനത്തിൽ വെച്ച് എഴുതപ്പെട്ടു. അതിൻ്റെ പേരാണ് കഥാവത്തു. നാലാം ബുദ്ധമത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് കുഷാന രാജാവായ കനിഷ്കനായിരുന്നു. AD 72 കശ്മീരിലെ കുന്തൽവനയിലാണ് അദ്ദേഹം ഈ സമ്മേളനം വിളിച്ചു കൂട്ടിയത്. ഇതിൻ്റെ അധ്യക്ഷൻ വസുമിത്രനായിരുന്നു. കൂടാതെ വസുമിത്രനെ സഹായിക്കാൻ വേണ്ടി ഒരു ഉപാധ്യക്ഷനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അശ്വഘോഷൻ എന്നായിരുന്നു. ഈ ഒരു സമ്മേളനം ബുദ്ധമതത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിരുന്നു. കാരണം ഇതോടുകൂടി ബുദ്ധമതം രണ്ടായിട്ട് പിരിഞ്ഞു. ഒന്ന് മഹായാന ബുദ്ധിസവും രണ്ടാമത്തത് ഹീനയാന ബുദ്ധിസവും. തേരാവാദ എന്ന് അറിയപ്പെടുന്നതും ഇതേ ഹീനയാന ബുദ്ധിസം തന്നെയാണ്. ഈ മഹായാന വിഭാഗക്കാരായിട്ടുള്ള കനിഷ്കനും വസുമിത്രനും അശ്വഘോഷനും കാര്യമായി ഈ സംസ്കൃത ഭാഷയെയും കൂടുതലായിട്ട് മാറ്റങ്ങളെയും ഉൾക്കൊണ്ടു. പാലി ഭാഷയിൽ നിന്നും സംസ്കൃതത്തിലേക്കുള്ള മാറ്റം നമുക്ക് ഈ ഒരു സമ്മേളനത്തിൽ തന്നെ കാണാൻ വേണ്ടി കഴിയും. വസുമിത്രൻ മഹാവിഭാഷ ശാസ്ത്ര എന്ന സംസ്കൃത ഗ്രന്ഥം ബുദ്ധമതത്തിൻ്റെ അടിസ്ഥാനപരമായ 3 ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കി എഴുതിയപ്പോൾ അശ്വഘോഷൻ ബുദ്ധചരിത, സൗധർനന്ദ, സരിപുത്ര പ്രകടന തുടങ്ങുന്ന നാടകകൃതികൾ ബുദ്ധമതത്തിൻ്റെ ചരിത്രത്തെ ആസ്പദമാക്കി എഴുതിയിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രാചീന കാലത്ത് ഇന്ത്യയിൽ നടന്ന 4 ബുദ്ധമത സമ്മേളനങ്ങളിലൂടെയാണ് ബുദ്ധമതം അതിൻ്റെ അടിസ്ഥാന സ്വഭാവം കൈവരിച്ചത്.